ക്രിക് ടോക്സ് ടൂർണമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ട് എ മാച്ച്! ഇന്നത്തെ മത്സരം കാണാത്തവർക്ക് നഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. ത്രില്ലർ പോരാട്ടത്തിൽ ഇതാ GT വിജയിച്ചു. അവർ DC ആണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് ടോസ് കിട്ടിയിട്ട് അവരുടെ നായകൻ അക്ഷർ പട്ടേൽ GTയെ ബാറ്റിംഗിന് പറഞ്ഞയച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു GTയുടെ ഭാഗത്തുണ്ടായത്. അവർ ഫസ്റ്റ് ഇന്നിംഗ്സ് 210 റൺസ് അടിച്ച് നിശ്ചിത ഓവറിൽ നമ്മൾ മാച്ച് പ്രിവ്യൂ നമ്മൾ പറഞ്ഞു. ഇന്നത്തെ മത്സരത്തിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 210 220 വരാനുള്ള ചാൻസ് ഉള്ള ഒരു പിച്ച് തന്നെയാണ്. അതേപോലെ തന്നെ സംഭവിച്ചു. 210 റൺസ് വന്നു. GTയുടെ ഭാഗത്തേക്കോ അവരുടെ നായകൻ ശുഭ്മൻ ഗിൽ മികച്ച പ്രകടനം. 45 പന്തിൽ 70 റൺസ്. സഹ ഓപ്പണർ സായ് സുദർശൻ കഴിഞ്ഞ കളി മികച്ച പ്രകടനമായിരുന്നു. പക്ഷെ ഇക്കളി തിളങ്ങാൻ പറ്റില്ല. അദ്ദേഹം 7 ബോളിൽ 12 റൺസ് എടുത്ത് മുകേഷ് കുമാറിന്റെ മുന്നിൽ ബൗൾഡായി പോയി. എന്നാൽ ജോസേട്ടൻ 27 പന്തിൽ 52 റൺസ്. 3 സിക്സറുകളും 5 ഫോറുകളും 5 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു. ജോസ് ബട്ട്ലർ ഫോമായിട്ടുണ്ട്. അത് എതിരാളികൾക്ക് അത്ര നല്ല സൂചനയല്ല. പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ കമിയോ എടുത്ത് പറയണം. അത് കമിയോ ആണോ അതോ മികച്ച ഇന്നിങ്സ് തന്നെയാണ് അത്. കാരണം 32 പന്തിൽ 55 റൺസ് വാഷിംഗ്ടൺ, 6 ഫോറുകളും 2 സിക്സറുകളും. ഗ്ലെൻ ഫിലിപ്സ് 9 പന്തിൽ 14 റൺസ്. രാഹുൽ തെവാട്ടെ 1 ബോളിൽ റൺസുമായി. അങ്ങനെ നിശ്ചിത ഓവറിൽ 210 റൺസിന് 4 വിക്കറ്റ്. ഡൽഹിയുടെ ബൗളിംഗിലേക്ക് വന്നാൽ മുകേഷ് കുമാർ 4 ഓവറിൽ 55 റൺസ്. അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. 2 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. ശരിയാണ്. ലുങ്കി എൻഗിഡി ഇപ്പോൾ മികച്ച ഫോമിലാണ്. 4 ഓവറിൽ 24 റൺസ്, 1 വിക്കറ്റ്. അക്ഷർ പട്ടേൽ 3 ഓവറിൽ 32-0. കുൽദീപ് 4 ഓവറിൽ 42-1. നട്രാജൻ 4 ഓവറിൽ 34-0. ദിപ്രാജ് നിഗം 1 ഓവറിൽ 23-0. ഇപ്പോ ബട്ട്ലർ പോകുന്നത് 8ാമത്തെ ഓവറിലാണ്. അന്നേരം സ്കോർ 79-2. പിന്നെ ശുഭ്മൻ ഗില്ലും നമ്മുടെ വാഷിംഗ്ടൺ സുന്ദറും കൂടി ചെറിയ പാർട്ട്ണർഷിപ്പില്ലേ. 18ാമത്തെ ഓവറിൽ ഗില്ല് പോകുമ്പോൾ ടീമിന്റെ സ്കോർ 183. അങ്ങനെ അവരടിച്ചു കളിച്ചു. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഡൽഹിയും മോശമാക്കിയിട്ടില്ല. 10 നിസാങ്കയും രാഹുലും കൂടി ചേർന്ന് മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട്. 24 പന്തിൽ 41 റൺസ് എടുത്ത് നിസാങ്കം മടങ്ങുമ്പോൾ ടീമിന്റെ സ്കോർ 8 ഓവറിൽ 76 റൺസായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാഹുൽ 2 കളി ഫോം ഔട്ടായിരുന്നു. രാഹുൽ അദ്ദേഹം ഫോമിലേക്ക് എത്തി. 52 പന്തിൽ 92 റൺസാണ് KL രാഹുൽ അടിച്ചു കൂട്ടിയത്. അദ്ദേഹത്തിന് സിറാജിന്റെ പന്തിൽ ബട്ട്ലറെ പിടിച്ച് പുറത്താവുകയായിരുന്നു. 11 ഫോറുകളും 4 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു. 176 സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. പിന്നെ നിതീഷ് റാണ സൈഡൻ സ്റ്റാക്കർ ട്രോഫിയിലേക്ക് മികച്ച ഫോമിലായിരുന്നു. പക്ഷേ ഈ സീസണിലെ 3 കളിയും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഇന്ന് 6 പന്തിൽ 5 റൺസ് അടിച്ച് റാഷിദ് ഖാന്റെ മുമ്പിൽ മടങ്ങുന്നു. ഇൻഫോം ആയിട്ടുള്ള ബാറ്റ്സ്മാൻ സമീർ റിസ്വിയെ ഫസ്റ്റ് പന്തിൽ സൂപ്പർബ് ഡെലിവറിയിൽ ക്ലീൻ ബൗൾഡ് ആക്കുന്നു റാഷിദ് ഖാൻ. അദ്ദേഹം ഗോൾഡൻ ഡക്കായി മടങ്ങുന്നു. പിന്നെ ഡേവിഡ് മില്ലർ വന്നു. മില്ലർ വന്നിട്ട് ആ സംഭവ വികാസങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ലേ. മില്ലർ വന്നിട്ട് ഒരു 10-12 റൺസിലേക്ക് അദ്ദേഹത്തിന് റിട്ടയർഡ് ആവുന്നു. കൈക്കിൽ ചെറിയ ഇഞ്ചുറി പറ്റുന്ന അങ്ങനെ പോകുന്നു. പിന്നെ അക്ഷർ പട്ടേൽ വരുന്നു. ക്യാപ്റ്റൻ അക്ഷർ പട്ടേലിനെയും റാഷിദ് ഖാൻ തന്നെ മടക്കുന്നു. 3 പന്തിൽ 2 റൺസുമായി അക്ഷർ പട്ടേൽ പോകുന്നു. ഒരു ഗ്ലെൻ ഫിലിപ്സിന് സൂപ്പർ ക്യാച്ച് ആയിരുന്നത്. പിന്നെ ട്രിസ്റ്റൻ സ്റ്റെപ്സ് അദ്ദേഹം റൺഔട്ടായി പോയി. 6 പന്തിൽ 7 റൺസ്. അപ്പോൾ രാഹുൽ അപ്പുറത്തുണ്ട്. പിന്നെ മില്ലർ കളിക്കാൻ ഇറങ്ങുന്നു. രാഹുൽ ഔട്ടാകുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിറാജിന്റെ ബദൽ ബട്ട്ലർ പിടിച്ചു പോകുന്നു. പിന്നെ മില്ലറും ദിപ്രാജ് നിഗവും ചേർന്ന് അടി. അതായത് മില്ലറിന്റെ ഒരു കൊടുങ്കാറ്റടി നമ്മൾ കണ്ടില്ല. അത് 2 ഓവറിൽ ജയിക്കാൻ 37 വേണ്ടുന്ന ടീമിനെ അടിച്ചങ്ങ് കൂട്ടി മില്ലറിന്റെ അടിപ്പെടുത്ത് പറയണം. 20 പന്തിൽ 41 റൺസ്. പക്ഷേ മില്ലർ തന്നെ അല്ലേ ഇന്ന് ഡൽഹി പരാജയപ്പെടാനുള്ള കാരണവും. അങ്ങനെ പറയാനുള്ള കാരണം കളി കണ്ടവർക്ക് മനസ്സിലാവും. 2 ഓവറിൽ 36 പന്തെടുക്കുന്ന നിന്ന് അടിച്ച ടീമിനെ അവിടം വരെ എത്തിച്ചു. സിറാജിന്റെ ഓവറിൽ അടിച്ച അടിയുണ്ടല്ലോ, 6, 4, 6 സിംഗിള്, അങ്ങനെയൊക്കെ മില്ലർ അടിച്ചങ്ങ് പോയി. അവസാനത്തെ ഓവറില് പ്രസിദ്ധ് കൃഷ്ണ അവസാനത്തെ ഓവർ അറിയാൻ വന്നപ്പോൾ ആ ഓവറിൽ 13 റൺസാണ് ഡൽഹിക്ക് വേണ്ടത്. ദിപ്രാജ് നിഗം ആദ്യത്തെ പന്തിൽ 4 അടിക്കുന്നു. 5 പന്തിൽ വേണ്ടി 9 റൺസ്. നിഗം ഔട്ടാവുന്നു. 4 പന്തിൽ 9 റൺസ്. കുൽദീപ് യാദവ് ഇറങ്ങുന്നു. സിംഗിൾ ഇടുന്നു. 3 പന്തിൽ വേണ്ടി 8 റൺസ്. മില്ലർ അതാ അടിച്ച് പരത്തുന്നു. 6, 2 ബോളിൽ 2 റൺ. പഴയ മില്ലർ തിരിച്ചെത്തി. പിന്നെ 2 ബോളിൽ 2 അടികൾ എന്ത് ചെയ്തു മില്ലർ? അദ്ദേഹം അടിച്ചു സിംഗിൾ ഡിൻ ചെയ്തു. ഓടിയിട്ടില്ല. കളി അവിടെ പോയി. ലാസ്റ്റ് ബോളിൽ വിക്കറ്റ് പോകുന്നു. അങ്ങനെ 1 റൺസിന് വിറാത്ത്
വിജയിച്ചു ത്രില്ലർ പോരാട്ടത്തിൽ. ഇതിന്റെയൊക്കെ വിശദ വിവരങ്ങളുമായി കോംപ്രഹെൻസീവ് റിവ്യൂ നമ്മൾ നാളെ രാവിലെ എത്തുന്നതായിരിക്കും. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.